ഈ പച്ച വിരിച്ച പരവതാനിയിലൂടെ നടന്നു വരുന്നതാണ് നമ്മുടെ ജൂലി, ദ റിയൽ സ്റ്റാർ ഓഫ് അവർ ഫാമിലി. ഇപ്പോൾ രാവിലെ 6 മണി. വീടിനുള്ളിൽ സർവ്വസ്വതന്ത്രയാണെങ്കിലും ഇനിയും എനിക്ക് കാഴ്ചകൾ കാണണമെന്ന മട്ടിലാണ് അവൾ. മഴയും ഇടിയും എല്ലാം നോക്കി പുറത്തിറക്കാറുള്ളൂ. പ്രഭാത കർമ്മങ്ങളൊന്നും വീടിനുള്ളിൽ ചെയ്യരുതെന്ന ചെറിയ നിർബന്ധമൊക്കെയുണ്ട് ഈ സുന്ദരിക്ക്. മറ്റുള്ളവരുടെ സംരക്ഷണം സ്വയം തന്നിലേറ്റവൾ. വളരെ അച്ചടക്കത്തോടും അനുസരണയോടും നമ്മൾ പറയുന്ന വഴിയിൽ അവൾ സഞ്ചരിക്കും. ഓരോ പുല്ലിനെയും പുൽച്ചാടിയെയും നിരീക്ഷിച്ച് അതെല്ലാം ആസ്വദിച്ച് നടക്കുന്ന അവൾ ഒരു പ്രകൃതി സ്നേഹി തന്നെ. ചിലപ്പോൾ ഇതെല്ലാം നിരീക്ഷണവുമാകാം. ഞങ്ങളുടെ അറിവിൽ അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ഇടമാണിത്. ഒരു ചെറിയ കുട്ടിയെ പോലെയാണ് അവളിവിടെ. ഗൗരവം മാറി, ഉത്തരവാദിത്തമില്ല, ബന്ധനമില്ല, പൂർണ്ണ സ്വതന്ത്രം. എത്ര ഓടിക്കളിച്ചാലും മതിവരാത്തവൾ. എങ്കിലും ഇടയ്ക്ക് നമ്മളെ നോക്കും. എന്നെ വിളിക്കാതെ പോകല്ലേ എന്നൊരു നോട്ടം. ഏതാണ്ട് 40 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ഇവളെ കയ്യിൽ കിട്ടിയത്. അന്നു മുതൽ അവളുടെ എല്ലാം ഞങ്ങൾ തന്നെ. പരാതികളില്ല, പരിഭവങ്ങളില്ല. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അമ്മ ഓരോ ചിട്ടകൾ അവളെ പഠിപ്പിച്ചു. അതിപ്പോഴും തെല്ലും തെറ്റിക്കാതെ തുടരുന്നു. ചുട്ടയിലെ ശീലം ചുടല വരെ. ഞങ്ങളിവിടെ വീട് വെച്ചിട്ട് ഇപ്പോൾ 2 വർഷമാവുന്നു. വീട് മാറുമ്പോൾ എല്ലാവരെക്കാളും വിഷമം അവൾക്കായിരുന്നു. കാരണം അവിടെയും ഉണ്ടായിരുന്നു അവൾക്കിഷ്ടപ്പെട്ട വയലും തോടുമൊക്കെ. അതിലേറെ അവൾക്ക് പ്രിയപ്പെട്ട അവളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരും. മനുഷ്യരെ പോലെ എല്ലാം പെട്ടെന്ന് മറക്കാനൊന്നും അവർക്ക് അറിയില്ലല്ലോ. കൂടെ നിൽക്കുന്നവർക്ക് സ്നേഹം തെല്ലും അളക്കാതെ കടൽ പോലെ വാരിക്കൊടുക്കുന്ന ജീവികൾ. സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്രോഹിച്ചാൽ മുക്കിക്കൊല്ലും എന്നാണല്ലോ. പക്ഷേ അവൾ ആ ദ്രോഹവും ഏറ്റുവാങ്ങും.
ഈ വേനൽ മഴ അവൾക്കായി ഇവിടെ ഒരു കൊച്ചു സമ്മാനം ഒരുക്കി വെച്ചിരുന്നു. ഒരു കുഞ്ഞ് ചാല്. ഞങ്ങളെക്കാൾ വേഗം അവളത് കണ്ടുപിടിച്ചു. ഒട്ടും ക്ഷമയില്ലാതെ ആസ്വദിച്ചും തുടങ്ങി. പ്രകൃതി ഒരുക്കുന്ന വിരുന്നുകൾ എന്നും ഏതൊരു ജീവിക്കും അത്ഭുതവും ആസ്വാദകരവും തന്നെ. ഉദയാസ്തമയങ്ങൾ പോലെ. ക്ഷീണം ഞങ്ങൾക്കും ബാധകമാണേ. അതിനാൽ ഇന്നത്തേക്ക് ഇത് മതി എന്ന മട്ടിൽ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ വന്ന വഴിയെ അവൾ സ്വയമേ മടങ്ങുന്നു.